സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർ SHO സംവിധാനം പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ ഉത്തരവായി. പ്രധാനപ്പെട്ട 63 പോലീസ് സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർ തന്നെ SHO ആയി തുടരും. അപർണയുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർ SHO സംവിധാനം പുനഃസംഘടിപ്പിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർ SHO സംവിധാനം പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട 63 പോലീസ് സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർ തന്നെ SHO ആയി തുടരും. മറ്റ് സാധാരണ പോലീസ് സ്റ്റേഷനുകളിൽ സബ് ഇൻസ്പെക്ടർമാരെ SHO-മാരായി നിയമിച്ച് സർക്കിൾ സംവിധാനം പുനഃസ്ഥാപിക്കുകയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അധികമായി കണ്ടെത്തിയ 203 ഇൻസ്പെക്ടർ തസ്തികകൾ വിവിധ പോലീസ് വിഭാഗങ്ങളിലേക്കും ഓഫീസുകളിലേക്കും പുനർവിന്യസിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച്, നർക്കോട്ടിക് സെൽ, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം, സൈബർ പോലീസ്, ക്രൈംബ്രാഞ്ച്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് തുടങ്ങിയ വിഭാഗങ്ങളിലേക്കാണ് ഇത്തരത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുക. സബ് ഇൻസ്പെക്ടർ തസ്തികയെ അനുവദിച്ചിട്ടില്ലാത്ത 59 പോലീസ് സ്റ്റേഷനുകളിൽ SI തസ്തിക ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംവിധാനം നടപ്പാക്കുന്നതിന് കുറഞ്ഞത് 2 മാസത്തെ സമയം ഇത്തരത്തിൽ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. SHO ചുമതലയേൽക്കുന്ന സബ് ഇൻസ്പെക്ടർമാർക്ക് രാജ്യത്തെ റിഫ്രഷർ പരിശീലനവും നൽകും എന്നും ഈ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക, ഗുരുതര കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ ഇൻസ്പെക്ടർമാരുടെ സേവനം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുക, ജനങ്ങളുടെ പരാതികൾക്ക് വേഗത്തിൽ പരിഹാരം കാണുക എന്നിവയാണ് പുനഃസംഘടനയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും പുനഃസംഘടനയുടെ ഭാഗമായി പുതിയ തസ്തികകൾ സൃഷ്ടിക്കില്ലെന്നും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്നും സർക്കാർ ഈ ഉത്തരവിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കാർത്തു, ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്.